വയനാട്ടിൽ കല്ലൂടി സെന്റ് ജോർജ് പള്ളിക്കായി സർക്കാർ ഭൂമി നൽകിയത് ഹൈക്കോടതി റദ്ദാക്കി. 2015 പട്ടയം നൽകിയ സർക്കാർ നടപടിയാണ് സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയത്. വയനാട്ടിലെ വനവാസി സംഘടനാ പ്രവർത്തകരുടെ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, എങ്ങനെ നോക്കിക്കാണാം ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണത്തെ? രേഷ്മയിലേക്ക് എത്താം. എന്തു തന്നെയായാലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു നടപടി ഉണ്ടാവുകയാണ്. നിലവിൽ വയനാട്ടിൽ കല്ലൂടി സെന്റ് ജോർജ് പള്ളിക്കായി സർക്കാർ ഭൂമി നൽകിയതാണ് ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയിട്ടുള്ളത്. 2015 പട്ടയം നൽകിയ സർക്കാരിൻ്റെ നടപടിയാണ് സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയത്. വയനാട്ടിലെ വനവാസി സംഘടനയിൽ ഉൾപ്പെട്ട ആളുകളുടെ ഹർജിയിലാണ് കോടതിയുടെ ഒരു ഇടപെടൽ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്തുതന്നെയായാലും നിർണായകമായൊരു തീരുമാനമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു വിഷയവുമായി ഇപ്പോൾ ഉണ്ടാകുന്നത്. വയനാട്ടിൽ കല്ലൂടി സെന്റ് ജോർജ് പള്ളിക്കായി സർക്കാർ ഭൂമി നൽകിയ നടപടിയെയാണ് ഹൈക്കോടതി റദ്ദാക്കിയിട്ടുള്ളത്. നിലവിൽ 2015 ഇത്തരത്തിൽ ഒരു പട്ടയം സർക്കാർ നൽകുന്നത്. ഈ ഒരു നടപടിയെ പിന്നീട് സിംഗിൾ ബെഞ്ച് ഇടപെട്ട് റദ്ദാക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. വയനാട്ടിലെ വനവാസി സംഘടനാ പ്രവർത്തകരുടെ ഹർജിയിലാണ് കോടതി ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. രേഷ്മ ചേർന്നുണ്ട്. രേഷ്മ, ഹൈക്കോടതിയുടെ ഈ ഒരു നിരീക്ഷണത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? വിഷ്ണു, 2015 വയനാട് മാനന്തവാടിയിൽ 5.5 പള്ളിക്ക്, അതായത് കല്ലൂടി സെന്റ് ജോർജ് പള്ളിക്ക് സർക്കാർ നൽകിയത്. ഈ നടപടിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരിക്കുന്നത്. വനവാസികളുടെ ഭരണഘടനാ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പട്ടയം അടക്കം ഹൈക്കോടതി റദ്ദാക്കിയത്. ഒപ്പം തന്നെ ചില നിർദ്ദേശങ്ങൾ ഈ ഉത്തരവിൽ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് 2 മാസത്തിനുള്ളിൽ ഈ ഭൂമിയുടെ വിപണി മൂല്യം സർക്കാർ നിശ്ചയിക്കണം. നേരത്തെ, അതായത് ഏക്കറിന് 100 രൂപ നിരക്കിലാണ് ഈ പള്ളിക്ക് സർക്കാർ പട്ടയം അനുവദിച്ചത്. വളരെ തുച്ഛമായിട്ട്, അതായത് ഏക്കറിന് 100 രൂപ നിരക്കിൽ ഇത്തരത്തിൽ ഭൂമി അനുവദിച്ചത് ഭൂരഹിതരായിട്ട് നിരവധി വനവാസികൾ നിലനിൽക്കെ തന്നെയാണ്. ഇത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുന്നത്. വിപണി മൂല്യം, ഈ ഭൂമിയുടെ വിപണി മൂല്യം 2 മാസത്തിനുള്ളിൽ നിശ്ചയിക്കുക മാത്രമല്ല, ഈ ഭൂമി വേണമെങ്കിൽ ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഈ പള്ളിക്കാരോട് സർക്കാർ ആരായണം. കാരണം ഈ ഭൂമിയിൽ സ്കൂൾ കെട്ടിടം അടക്കം പള്ളി നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ ഭൂമി വിപണി മൂല്യത്തിനനുസരിച്ച് ഏറ്റെടുക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ മറുപടി അറിയിക്കാൻ ഒരു സാവകാശം പള്ളിക്കാർക്ക് നൽകണമെന്നുള്ള ഒരു കാര്യം ഹൈക്കോടതി നിർദ്ദേശത്തിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഭൂമി ഏറ്റെടുക്കാൻ പള്ളി തയ്യാറാകാത്ത പക്ഷം 3 മാസത്തിനുള്ളിൽ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയിൽ നിന്നും പള്ളിക്കാരെ കുടിയിറക്കണം. അതിനുശേഷം ഈ പ്രസ്തുത ഭൂമി പള്ളിക്കാരെ കുടിയിറക്കണം. അതിനുശേഷം ഈ പ്രസ്തുത ഭൂമി യോഗ്യരായവർക്ക് വിതരണം ചെയ്യാനും ഹൈക്കോടതി ഉത്തരവിലൂടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഥവാ ഈ ഭൂമി വിപണി മൂല്യത്തിനനുസരിച്ച് പള്ളിക്കാർ ഏറ്റെടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന തുക അത് വനവാസികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് സർക്കാർ ഉപയോഗിക്കണമെന്നുകൂടി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ തന്നെ, അതായത് ഈ കാര്യങ്ങളുടെ അടക്കെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അതിന്റെ നടപടി റിപ്പോർട്ട് ഹൈക്കോടതി മുൻപാകെ സർക്കാർ സമർപ്പിക്കുവാനും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഏകദേശം 6000-ഓളം ഭൂരഹിതരായിട്ടുള്ള ആദിവാസികളുടെ അപേക്ഷകൾ നിലനിൽക്കെ തന്നെയാണ് സർക്കാർ 2015 ഈ ഹെക്ടർ കണക്കിന് ഭൂമി ഇത്തരത്തിൽ തുച്ഛമായ വിലയ്ക്ക്, അതും ഏക്കറിന് 100 രൂപ നിരക്കിൽ പള്ളിക്ക് നൽകിയിട്ടുള്ളത്. ഇത് വളരെ വലിയ രീതിയിൽ ഭരണഘടനാ ലംഘനമാണെന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും മാനന്തവാടിയിലെ ഒരു കൂട്ടം വനവാസി സംഘടനാ പ്രവർത്തകർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള എല്ലാ നടപടികളും അതിന്റെ റിപ്പോർട്ട് അടക്കമാണ് 8 മാസത്തിനുള്ളിൽ ഹൈക്കോടതി ഇനി സമർപ്പിക്കേണ്ടത്. വ്യക്തമാണ്. വയനാട്ടിൽ കല്ലൂടി സെന്റ് ജോർജ് പള്ളിക്കായി സർക്കാർ ഭൂമി നൽകിയത് ഹൈക്കോടതി റദ്ദാക്കി. 2015 പട്ടയം നൽകിയ സർക്കാർ നടപടിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയത്. രേഷ്മയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.